ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഐ4 സ്മാർട്ട് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സെറ്റ് ദോശയും ചട്നി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി, ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഊന്ന്, 2 ടേബിൾ സ്പൂൺ സാഗു, 1/4 കപ്പ് തിക്ക് ഔല്, 1/2 ടീസ്പൂൺ ഫെനുഗ്രീക്ക്. ഇതൊന്ന് നല്ലപോലെ 3 to 4 ടൈംസ് ഒന്ന് വാഷാക്കി എടുക്കണം. നല്ലപോലെ വാഷാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊരു 4 hours എങ്കിലും നമ്മൾ സോക്ക് ചെയ്തെടുക്കണം. 4 hours ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡർ അല്ലെങ്കിൽ ഗ്രൈൻഡർ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലെൻഡറാണ്. അപ്പോൾ ഇതിനെ ഞാൻ 2 parts ആയിട്ടാണ് അരിച്ചെടുത്തത്. ബ്ലെൻഡറിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റൊന്ന് ഇതിനെ മൂടി വെക്കണം. ബാറ്റർ ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട്, പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഷുഗർ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിനെ 5 minutes ഒന്ന് മൂടി വെക്കണം. ആ ടൈം നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ചൂടായ കടായിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്രീൻ ചില്ലി 3 അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു ഇഞ്ച് കഷ്ണം ചെറുതായി അരിഞ്ഞത്, ഇനി ഇതിലേക്ക് 5 to 6 cloves ഓഫ് ഗാർലിക്, ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ്, ചെറിയൊരു കഷ്ണം ഓനിയന് ചോപ്പ് ചെയ്തത്. ഇനി നമുക്കിതൊരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കണം കൂലാകാൻ വേണ്ടി. ഇനി ഒരു ദോശ ചട്ടി അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് തവ ഒന്ന് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് ബാറ്റർ ചേർത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്ത് ഇതൊന്ന് മൂടണം. ഒരു 2-3 minutes ആയതിനു ശേഷം ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇതിനെ മൂടി വെക്കണം. അപ്പോൾ നമ്മളുടെ സെറ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലോട്ട് അല്ല ഹോട്ട് ബോക്സിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു ഹോൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗീ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ മൂടി വെക്കണം. അപ്പോൾ 2-3 minutes കഴിഞ്ഞതിന് ശേഷം ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ജാറിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊട്ട് കടല 2 ടേബിൾ സ്പൂണ്, ചെറിയൊരു കഷ്ണം പുളി, ആവശ്യത്തിന് സോൾട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട്, ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിൽ നിന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനെ ഒന്ന് തളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കണം കുറച്ച്, പിന്നെ കറിവേപ്പില കുറച്ച്, ഒരു വറ്റൽമുളക്, കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെറ്റ് ദോശയും ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.